നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. കൃഷ്ണ, ഞാൻ നിന്റെ ശ്യാമയാ. നീയാ കൃഷ്ണ എന്നെ വലിയ പാട്ടുകാരിയാക്കിയത്. അയ്യോ, കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, എന്റെ മോള്. നീ എനിക്ക് 75 ലക്ഷം രൂപയാ നേടിത്തന്നേ. ഞാൻ ധന്യായി. നിന്റെ ശ്യാമ ധന്യായി കൃഷ്ണ. കണ്ടോ ഐശ്വര്യ, ഇന്ന് രാവിലെ മുതൽ തുടങ്ങിയതാ ഈ മാലകെട്ടും പൂജ. ഇന്നേ ദിവസം പച്ചവെള്ളം പോലും കുടിച്ചിട്ടില്ല. ഞാൻ എന്ത് പറഞ്ഞാലും ശ്രദ്ധിക്കില്ല. പ്രാർത്ഥനയോടെ പ്രാർത്ഥനയാ. ഇപ്പൊ ശ്യാമയായിട്ടാ ജീവിക്കുന്നതെന്ന് തോന്നുന്നു. അരുന്ധതി എന്നെ വിളിച്ച കാര്യം പറഞ്ഞപ്പോ ഇവിടെ ഇത്രയും പ്രശ്നമാണെന്ന് ഞാൻ കരുതിയില്ല. ചെറിയൊരു മനസ്സിളക്കം, അത്രേ ഞാൻ കരുതിയുള്ളൂ. കൃഷ്ണ നാരായണ, ഇനി എന്താ ചെയ്യണ്ടേന്ന് എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല ഐശ്വര്യ. എന്തായാലും നല്ലൊരു സൈക്യാട്രിസ്റ്റിനെ കാണിക്കുന്നതാ നല്ലത്. അപ്പൊ എന്റെ മോൾക്ക് ഭ്രാന്താണോ? അയ്യോ അയ്യോ, അരുന്ധതി, മനസ്സിന്റെ ചെറിയൊരു പ്രശ്നമാകും. എന്താന്ന് പറയാൻ നമുക്കറിയില്ലല്ലോ. എന്നാലും എന്റെ മോള്. അയ്യോ, സങ്കടപ്പെട്ടിരുന്നിട്ട് കാര്യമില്ല. സംഭവിക്കാനുള്ളത് സംഭവിച്ചു. ഇനി അതിനുള്ള പരിഹാരം അതാ ചെയ്യേണ്ടത്. അല്ല, ഇവളുടെ ഇപ്പോഴത്തെ കൃഷ്ണഭക്തി കാണുമ്പോ എനിക്കൊരു സംശയം തോന്നുക. എന്ത് സംശയം? അല്ല, കൃഷ്ണന്റെ തിരുവാഭരണം അല്ലേ മോഷ്ടിക്കാൻ നിങ്ങൾ രണ്ടാളും ഒന്ന് കൂട്ടുനിന്നേ. ഇനി അതിന് ഭഗവാന്റെ കോപമായിരിക്കും ഇത്. ഭഗവാനെ, അങ്ങനെയൊന്നും ആവരുതേ. ഐശ്വര്യക്ക് ഇത് ബാധകോ? അയ്യോ, വെറുതെ പേടിപ്പിക്കാൻ ഓരോന്ന് പറയല്ലേ. പേടിപ്പിക്കാൻ പറഞ്ഞതല്ല, ഐശ്വര്യ സൂക്ഷിക്കണം. കൃഷ്ണ, എന്നെ മ്യൂസിക് ഷോയിലെ ഫൈനലിൽ ജയിപ്പിച്ചില്ലേ? എനിക്ക് 75 ലക്ഷം രൂപ തന്നില്ലേ? നിനക്ക് ഞാൻ 100 പവന്റെ സ്വർണ്ണാഭരണം സമർപ്പിച്ചേക്കാൻ കൃഷ്ണ. നമ്മളെ കൊണ്ട് പറ്റാത്ത നേർച്ചകൾ നേരല്ലേ മോളെ. നിന്റെ ശ്യാമയാ കണ്ണ, നിനക്ക് ഞാൻ 100 പവൻ സമർപ്പിക്കാതെ. അരുന്ധതി, ഇനി ഇത് വെച്ച് താമസിപ്പിക്കണ്ട. ഉടൻ തന്നെ ഒരു ഡോക്ടറെ കാണണം. അയ്യോ, എന്റെ മോള്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.